ലോക ഫുട്ബോളിന്റെ ചരിത്രം എഴുതുന്ന രണ്ടു പേരുണ്ട്. ഒരാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, മറ്റൊരാൾ ലയണൽ മെസ്സി. ഇവരുടെ റിവൽറി ഒരു സിമ്പിൾ സ്പോർട്സ് മത്സരം മാത്രമല്ല, ഒരു തലമുറയുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, ഒരു അറബ് ലോകത്തിന്റെ മാഡ്നസ്, ഒരു യൂറോപ്പിന്റെ ഹെർട്ട് ബീറ്റ്, ഒരു ലോകത്തിന്റെ ഇമോഷൻസും കൂടിയാണ്. പക്ഷേ ഇന്ന് ഈ രണ്ട് ലെജൻസിനെ ചുറ്റിപ്പറ്റി വീണ്ടും വലിയ വാർത്തയായിരിക്കുകയാണ്. ഒരു ഭാഗത്ത് റൊണാൾഡോയുടെ വിവാദമായ റെഡ് കാർഡ്, മറുവശത്ത് മെസ്സിയുടെ ശാന്തമായ ലീഡർഷിപ്പ്. അവസാനം ഒരു വലിയ ചോദ്യവും: ഈ വരുന്ന വേൾഡ് കപ്പ് ആരാണ് നേടുക? പോർച്ചുഗലാണോ അതോ അർജന്റീനയാണോ, അതല്ലെങ്കിൽ ഫ്രാൻസ്, ബ്രസീൽ, സ്പെയിൻ പോലുള്ള ഹെവി ടൈറ്റൻസ് ആണോ? ഇന്ന് ഇതെല്ലാം പൂർണ്ണമായിട്ടുള്ള യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് നമുക്ക് കേട്ടാലോ? പോർച്ചുഗൽ വേഴ്സ് അയർലാൻഡ് മത്സരം ടെൻഷൻ കൊണ്ട് നിറഞ്ഞിരുന്നു. അയർലാൻഡ് ക്രൗഡ് റൊണാൾഡോയെ ഓരോ തവണയും ബാൾ കൈവശം കിട്ടുമ്പോൾ കൂവി വിളിക്കുകയായിരുന്നു. റൊണാൾഡോക്ക് പ്രഷർ പുതുമയല്ലെങ്കിലും സ്റ്റേഡിയം മുഴുവൻ ഒരാൾക്കെതിരെ ശബ്ദിക്കുന്നതിന്റെ മെന്റൽ ഇമ്പാക്ട് എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഫിസിക്കൽ ടച്ചിൽ ഒരു ചെറിയ എൽബോ മൂവ്മെന്റ് റഫറി ഡേഞ്ചറസ് പ്ലേ എന്ന് കണ്ടു. അതോടെ നേരിട്ട് സ്ട്രൈറ്റ് റെഡ് കാർഡ്. 226 രാജ്യാന്തര മത്സരങ്ങളിൽ റൊണാൾഡോക്ക് ഇതാണ്